ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്നിച്ച് കർത്തൃപാദപീഠത്തിലായിരുന്നു തിരുനാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്നിച്ച് ഒരു ഭാഗം ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സ്തോത്രം. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവർ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇത് ഒരു മനുഷ്യന്റെ സാക്ഷ്യമല്ല, ഇത് ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ഒന്നും കൂടെ ആവർത്തിക്കാം, ഇത് മനുഷ്യന്റെ സാക്ഷ്യമല്ല, മറിച്ച് ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ദൈവം തന്റെ ദാസനായ മോശയെ കുറിച്ച് പറയുകയാണ്, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഇന്ന് പകലിൽ മറന്നു പോകരുത്, ഈ കാലയളവിന്റെ ഒരു പ്രത്യേകതയും അതാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ, അവിശ്വസ്തന്മാർ പെറ്റുപെരുകുന്ന ഒരു കാലയളവിൽ സ്തോത്രം, ചില വിശ്വസ്തന്മാർ ഇന്നു പകലിൽ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. അപ്പൊ മോശയെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം, മോശ മാത്രമല്ല സ്തോത്രം, ചില ബൈബിളിൽ പറയുന്ന ദൈവത്താൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും സാക്ഷ്യം ലഭിച്ച ചില വിശ്വസ്തന്മാരെയാണ് ഇന്ന് പകലിൽ നാം ബൈബിളിൽ നിന്നും പരിചയപ്പെടാൻ പോകുന്നത്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിരിക്കുന്ന ചിലരുണ്ട്. പ്രിയരെ, ഇതുപോലെയാണ് പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ സ്തോത്രം, 5 താലന്ത് കിട്ടിയവനും 2 താലന്ത് കിട്ടിയവനും 10 താലന്ത് കിട്ടിയവനും ഒക്കെയുള്ള ഉപമകൾ. സ്തോത്രം, ഹല്ലേലൂയ. 10 താലന്ത് കിട്ടിയവൻ 10 കൂടെ നേടി, 5 കിട്ടിയവൻ 5 കൂടെ നേടി. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിടപ്പെട്ടതുപോലെ സ്തോത്രം, ആദ്യത്തെ 2 പേർ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേർവിളി കേട്ടപ്പോൾ അവസാനം വന്ന വ്യക്തി ദുഷ്ടനായ ദാസനെ എന്ന പേർവിളിക്ക് ഇടയായി തീർന്നു. പകലിൽ മറന്നു പോകരുത്, വിശ്വസ്തനായി ദൈവസന്നദ്ധിയിൽ നിൽപ്പാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവരും ഇവരും എങ്ങനെ പോകുന്നു എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് നമ്മൾ ദൈവസന്നദ്ധിയിൽ വിശ്വസ്തനാണ് എന്നുള്ളതിനാണ് പ്രാധാന്യത കിടക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷ വ്യക്തിപരമാണ്, നിത്യത വ്യക്തിപരമാണ്, കർത്താവിന്റെ കൽപ്പന വ്യക്തിപരമാണ്, സകലതും ഹല്ലേലൂയ വ്യക്തിപരമാണ്. അപ്പൊ വ്യക്തിപരമായ നിത്യതയായതുകൊണ്ട് വ്യക്തിപരമായി നാം ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നാം പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്. അതുകൊണ്ട് അവിശ്വസ്തന്മാരെ കണ്ട് പഠിക്കേണ്ട, മറിച്ച് വിശ്വസ്തനായി നിൽപ്പാൻ ദൈവം നമുക്ക് ഈ കാലയളവിൽ കൃപ തരട്ടെ. അപ്പം അവൻ വിശ്വസ്തൻ എന്നെണ്ണി ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ടും, വിശ്വസ്തൻ എന്നെണ്ണി ദൈവം തന്റെ നിയോഗത്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ടും പിൽക്കാലത്ത് ആരംഭകാലങ്ങളിൽ വിശ്വസ്തന്മാരായി നിന്ന പലരും പിൽക്കാലങ്ങളിൽ അവിശ്വസ്തത കാണിച്ച് ദൈവവേലയിൽ നിന്നും കർത്തൃ ശുശ്രൂഷയിൽ നിന്നും പിന്മാറിപ്പോയ ഒട്ടനവധി പേരുണ്ട്. ഇന്ന് പകൽക്കാലം അവരുടെ കൂടെ തള്ളപ്പെടുകയല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, നിന്നെ ഏൽപ്പിച്ചതിനകത്ത് വിശ്വസ്തനായി നിന്നുകൊണ്ട് ആ താലന്തുകളെ കുഴിച്ചിടുന്നവനല്ല, ആ താലന്തുകളെ വ്യാപാരം ചെയ്യുന്നവനായി നിന്നാൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയും. മോശയെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ്, ഇവൻ വിശ്വസ്തനായിരുന്നു. എന്തുകൊണ്ടാണ്? ദൈവം കൊടുത്ത നിയോഗം തന്റെ 3-ാമത്തെ 40-നകത്ത് തന്റെ നിയോഗത്തെ ആരംഭിക്കുകയാണ്. കണ്ടോ, ദൈവം കൊടുത്ത നിയോഗത്തെ തന്റെ 3-ാമത്തെ 40-ൽ ആ നിയോഗത്തിന് ആരംഭം കുറിക്കുകയാണ്. ആദ്യത്തെ 40 ജനനവും വളർച്ചയും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. ആദ്യത്തെ 40 കൊട്ടാരത്തിന്റെ നിയന്ത്രണത്തിൽ, കൊട്ടാരത്തിന്റെ ശബ്ദങ്ങൾ കേട്ടങ്ങനെ പോയി. 2-ാമത്തെ 40 മരുഭൂമിയുടെ കഷ്ടതയും പ്രയാസങ്ങളും പ്രതിസന്ധികളും നന്നായി അവനെ പഠിപ്പിച്ച് ദൈവ നിയോഗത്തിന് പറ്റിയവനാക്കി
നോക്കി അവൻ എടുക്കുന്ന ഒരു രണ്ടാമത്തെ 40 അങ്ങനെ പോയി. മൂന്നാമത്തെ 40-ലാണ് ദൈവം തന്റെ നിയോഗം ആരംഭിക്കുന്നത്. എവിടെ കൊണ്ട്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ മുൾപടർപ്പിനകത്ത് കത്തിയ അഗ്നിക്കകത്തു നിന്നും മോശയുടെ വെളിപ്പെട്ട് വരികയാണ്. മോശയെ ദൈവം പുറത്തെടുക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ 40-ലാണ് ദൈവം തന്റെ നിയോഗത്തെ, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് മോശയെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ പ്രവൃത്തി അതുപോലെ വെളിപ്പെട്ടു വന്നത്. അവിടെയാണ് യഹോവയാം ദൈവം പറയുന്നത്, അവൻ വിശ്വസ്തനായിരുന്നു. എന്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് പകലിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കുഴിച്ചിട്ട് അവിശ്വസ്തരായി തീരാനല്ല, ദൈവം തന്ന താലന്തുകളെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, അനേകരുടെ വിടുതലിനായി അത് വ്യാപാരം ചെയ്യുമ്പോഴാണ് ആമേൻ വിശ്വസ്തദാസന എന്ന പേർ വിളി ലഭിക്കുന്നു. പകൽക്കാലം ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിനകത്ത് ധാരാളമായി വെളിപ്പെട്ടു വരേണ്ടത് അനിവാര്യമാണ്. ധാരാളമായി ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഒട്ടനവധി ആളുകൾ വിശ്വസ്തരെന്ന് ആമേൻ ദൈവം വിശേഷിപ്പിക്കുന്ന വിശ്വസ്തന്മാരുണ്ട്. ഇന്ന് പകൽ മറന്നു പോകരുത്, വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ, വിശ്വസ്തനായി ആമേൻ നല്ല പോർ പൊരുതാൻ, വിശ്വസ്തനായി ഓട്ടം തികപ്പാൻ ഇന്ന് പകൽക്കാല കർത്താവ് കൃപ ലഭിക്കട്ടെ. വിശ്വസ്തതയല്ലാതെ അവിശ്വസ്തത കാണിച്ച് എത്ര നാൾ ഈ ഭൂമിയിൽ പാർത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പാർക്കുന്നത് എത്ര നാളെന്ന് അറിയില്ലെങ്കിലും പാർക്കുന്ന അത്രയും നാളും വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി പോരാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ പദത്തിലേക്ക് പോകാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-8. അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവൻ അബ്രഹാം എന്ന് പേരിട്ട്, ദൈവമായ യഹോവ നീ തന്നെ, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. സ്തോത്രം. മതി. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം, ദൈവം രണ്ടാമത് പറയുന്നൊരു സാക്ഷ്യം നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ആദ്യം മോശയെ കുറിച്ച് പറഞ്ഞു, എന്റെ ഗൃഹത്തിലൊക്കെ ഇവൻ വിശ്വസ്തനായിരുന്നു. രണ്ടാമത് അബ്രഹാമിനെ കുറിച്ച് പറയും, കൽദയ പട്ടണത്തിൽ നിന്നും ആമേൻ കൽദയ പട്ടണമായ ഊരിൽ നിന്നും ഇവരെ വിളിച്ചു വേർതിരിക്കുന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ തന്നെ ഇവന്റെ ദൈവം. അടുത്ത പദം പറയുകയാണ്, നീ അവന്റെ ഹൃദയം നിന്റെ മുമ്പാകെ വിശ്വസ്തമായി കണ്ടു. ഹല്ലേലൂയ. കണ്ടോ, അബ്രഹാമിന്റെ ഹൃദയം ദൈവം മുമ്പാകെ വിശ്വസ്തമായി കാണുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വിശ്വസ്തനായ ഒരു ദാസനായി അബ്രഹാം മാറുകയാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റിരുന്ന കാലയളവുകളിൽ അവിടെ നിന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞ് സകലത്തെയും ഉപേക്ഷിച്ച് കാണപ്പെടുന്ന ആമേൻ കാണപ്പെടാത്ത ആമേൻ സ്തോത്രം ഒരു ദേശത്തേക്ക് ആമേൻ സ്തോത്രം ദൈവം അവനെ വിളിച്ചു വേർതിരിച്ച് ആ ദേശത്തിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചവരാണ് അബ്രഹാം. ദൈവനിയോഗത്തിനു വേണ്ടി, ദൈവിക ആമേൻ വിടുതലിന് വേണ്ടി, ആമേൻ ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി ഒന്നും നോക്കാതെ സകലതും ഉപേക്ഷിച്ചിട്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഇറങ്ങി വേർതിരിച്ചവനാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ വിശ്വസ്തനാണ്, അവന്റെ ഹൃദയം വിശ്വസ്തമാണ്, അവന്റെ ഹൃദയത്തിൽ കള്ളത്തരങ്ങളില്ല. അതുകൊണ്ടാണ് അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം സന്തതികളെ കൊടുത്തത്. 2, അബ്രഹാമിന്റെ സന്തതികളിൽ ഒരുവൻ അവൻ ആദ്യജാതനായി ഇസ്ഹാക്കിനെ തന്നെ കൊണ്ട് യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ തന്റെ വിശ്വസ്തത തെളിയിക്കപ്പെടുകയാണ്. അവിടെ ആമേൻ മോറിയ മലയിൽ താൻ പറഞ്ഞതുപോലെ
യഹോവയാം ദൈവം പറഞ്ഞതുപോലെ 3 ദിവസങ്ങൾ യാത്ര തിരിച്ചു വഴിയാത്ര നടന്ന് ചെന്ന് മോറിയാ മലയുടെ നെറുകയിൽ ചെന്ന് ആമേൻ വിറകെല്ലാം അടുക്കി വെച്ച് യാഗപീഠത്തിന്റെ മേൽ യാഗം കഴിപ്പാൻ മകനെ എടുത്തു വെച്ച് കിട്ടുമ്പോഴും സ്വർഗത്തിൽ നിന്നുള്ളൊരു വിളി, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ആമേൻ, ഇന്ന് പകലിൽ മറന്നു പോകരുത്. അബ്രഹാമിന്റെ വിശ്വസ്തത അവിടെ തെളിയിക്കപ്പെടുകയാണ്. ഞാൻ ദൈവം മുമ്പിൽ വിശ്വസ്തനാണ് എന്ന് അബ്രഹാം ദൈവ ശബ്ദത്തിന് മുമ്പിൽ തന്നെ താൻ തെളിയിക്കുകയാണ്. കണ്ടോ? ആമേൻ, പാമേൻ, സ്തോത്രം. മറ്റൊരു മനുഷ്യന്റെ മുമ്പിലും തന്റെ വിശ്വസ്തത വിളങ്ങിയില്ലെങ്കിലും ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ, ആമേൻ, തന്റെ വിശ്വസ്തതയെ അബ്രഹാം തെളിയിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും നമ്മൾ വിശ്വസ്തന്മാരാകാനാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് നമ്മളെ, ആമേൻ, സ്തോത്രം, ആമേൻ, നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ആത്മീയ നിയോഗങ്ങൾക്കകത്ത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾക്കകത്ത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കകത്ത്, ദൈവം പകർന്ന അഭിഷേകത്തിനകത്ത് നമ്മൾ വിശ്വസ്തന്മാരായേ മതിയാകൂ. നമ്മൾ വിശ്വസ്തന്മാരായേ മതിയാകൂ. വിശ്വസ്തയോടുകൂടി ആമേൻ വിളിച്ചിരിക്കുന്ന വേലയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി പോരാടുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, കാണാത്ത ഒരാൾ, ആമേൻ, സ്തോത്രം, കാണാത്ത ഒരു ദേശത്തേക്ക്, ആമേൻ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്തിലേക്ക് പുറപ്പെട്ടു പോകണമെന്ന് അബ്രഹാമിനോട് ദൈവം ഇടപെട്ടപ്പോൾ മറ്റൊന്നും മറത്തു ചോദിക്കാതെ, ആമേൻ, അവൻ സകലതും ഉപേക്ഷിച്ച് പുറപ്പെട്ടു പോയവനാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് കുറവില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യൻ അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി തന്നെ പാർക്കുന്നു. ഇന്ന് പകലിൽ വിശ്വസ്തനായി തന്നെ പാർക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ സകല അവിശ്വസ്തതകളും ഇന്ന് പകൽ ഏറ്റുപറഞ്ഞ് അതിന്റെ മേലൊരു ജയം പ്രാപിപ്പാൻ, അതിന്റെ മേലൊരു കരുകൽ പ്രാപിപ്പാൻ, അതിന്റെ മേലൊരു ശുദ്ധീകരണം പ്രാപിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങളെ പിടികൂടിയിരിക്കുന്ന സകല അവിശ്വസ്തതയുടെ കറകളെ അവൻ എടുത്തു കളഞ്ഞ വിശ്വസ്തതയായി നിങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ ദൈവം തന്റെ വിശ്വസ്തതയെ പകരുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം ആ ദൈവിക വിശ്വസ്തതയ്ക്ക് മുമ്പായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും കണ്ടോ. ദാനിയേലിന്റെ പുസ്തകം 6-ന്റെ 4 വായിക്കുന്നത്, ദേശാധിപതിമാരും ശത്രുക്കളെല്ലാം വട്ടം കൂടി പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കിയപ്പോഴും തലനാരി ഈഴകീറി പരിശോധിച്ചിട്ടും അതിനകത്ത് അവരിൽ ഒരു കുറ്റവും ആരോപിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവനായിരുന്നു. എന്തുകൊണ്ട്? കാരണം 6-ന്റെ 4 നാം വായിച്ചു, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവരിൽ കണ്ടെത്തിയില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസ്തരായി നിന്നാൽ ലോകത്തിനോ പാപത്തിനോ പിശാചിനോ നമ്മുടെ മേൽ ഒരു കുറ്റവും കണ്ടെത്താൻ സാധിക്കില്ല. ഇതുപോലല്ലായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാര്യത്തിൽ. മതബോധതകൾ മാറി മാറി വിസ്തരിച്ചിട്ടും എല്ലാവരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞൊരു കാര്യം, ഇവരിൽ യാതൊരു കുറ്റവുമില്ല, ഇവൻ സാക്ഷാൽ നീതിമാനായിരുന്നു. അതെ, ആ പടയാളി പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാനായിരുന്നു. ഇന്ന് പകൽക്കാലം മറന്നുപോകരുത്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം സംഭവിക്കുന്നില്ല. കണ്ടോ, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് മതബോധതകൾ മാറി മാറി പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ജനം ആക്രോശിക്കുമ്പോഴും ഒരു സാമ്രാജ്യത്തെ ശക്തികൾ മുഴുവനും യേശുവിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുന്ന നിലവിളിക്കുമ്പോഴും അതിന്റെ നടുവിൽ മതകോടതികൾ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാനാണ്, ഇവരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. എന്താ കാര്യം? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്. പുത്രൻ ദൈവ മുമ്പാകെ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക. വിശ്വസ്തനായ
വിശ്വസ്തനായി നിന്നാൽ നേരിടുന്ന അല്ലെങ്കിൽ നിനക്കെതിരെ വട്ടം കൂടുന്ന എല്ലാ ഗൂഢാലോചനകളെയും എല്ലാ മേശകളെയും ശത്രുവിന് തന്നെ ഇടർച്ചയും കുടുക്കുമായി മാറ്റുന്ന വിധത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ വിശ്വസ്തനായി നിൽക്കാമോ? പുത്രനാം ക്രിസ്തു ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ച സകല ശുശ്രൂഷകളുടെ മേലും പുത്രനായ ക്രിസ്തു വിശ്വസ്തനായിരുന്നു. മതകോടതി മാറി മാറി പഠിച്ചാലും എത്രയൊക്കെ വിസ്തരിച്ചാലും ഇവരിൽ ഒരു കുറ്റവും കാണത്തില്ല. അതാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് അവൻ മോശയുടെ ന്യായപ്രമാണം സംബന്ധിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ കല്ലെറിയുവാൻ അനേകർ അവളെ ഓടിക്കുമ്പോൾ അതിന്റെ നടുവിൽ പുത്രൻ പറയുകയാ, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. എന്നാൽ അവസാനം ഒരു സാമ്രാജ്യത്വ ശക്തികൾ മുഴുവനും യേശുവിനെ ക്രൂശിക്കാൻ വന്നപ്പോഴും യേശുവിന്റെ മുമ്പാകെ നീതിയുടെ കവാടം തുറക്കുകയാണ്. അതേ, ഇവരിൽ യാതൊരു കുറ്റവുമില്ല. കുറ്റമില്ലാത്തതിന്റെ കാരണം എന്താ? ദൈവം ഏൽപ്പിച്ച നിയോഗത്തിനകത്ത് തന്റെ പുത്രൻ വിശ്വസ്തനായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദൗത്യത്തിനകത്ത് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ഒരു അപവാദിക്കും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനും നിന്നെ കുറിച്ച് തിന്മയായി പറയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നീ വിശ്വസ്തനല്ലാത്തത് കൊണ്ട് പലപ്പോഴും പലരിൽ നിന്നുമുള്ള കുറ്റം കേൾക്കേണ്ടി വരുന്നത്, പലപ്പോഴും പലരിൽ നിന്നുമുള്ള പഴി കേൾക്കേണ്ടി വരുന്നത്. എന്നാൽ ഇന്ന് പകലിൽ എവിടെയാണോ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ അവിശ്വസ്തത കയറിക്കൂടിയിരിക്കുന്നത്, അതിനെ പിടിച്ചുകെട്ടി പുറത്താക്കി ദൈവിക വിശ്വസ്തതയെ നിന്റെ അകത്തളങ്ങളിലേക്കൊന്ന് സ്വീകരിക്കാമെങ്കിൽ ഇന്ന് പകൽ നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് പകൽ നിനക്കൊരു വിടുതലുണ്ട്. അപവാദിയുടെ വായ അടയ്ക്കുമാറ്, പരിഹാസിയുടെ വായ അടയ്ക്കുമാറ്, നിന്ദിക്കുന്നവനെ എടുത്തു മാറ്റുമാറ് ഒരു ദൈവത്തിന്റെ നീതി നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുകയാ. ഇന്ന് പകൽ ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, ദൈവം അവിശ്വസ്തനല്ല സ്നേഹിത, ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കാത്തതിന്റെ കാരണം, നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കാത്തതിന്റെ കാരണം, നിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടും വിടുതൽ ഉണ്ടാകാത്തതിന്റെ കാരണം, എവിടെയൊക്കെയോ ദൈവം ഏൽപ്പിച്ചതിൽ നിന്നോ നീ വ്യതിചലിക്കപ്പെട്ടു പോയി, എവിടെയൊക്കെയോ ദൈവം ഏൽപ്പിച്ചതിൽ നിന്നോ നീ അവിശ്വസ്തനായിരുന്നു. ഇന്ന് പകൽ മടങ്ങി വരിക. അവിശ്വസ്തതകളെ എടുത്തു കളഞ്ഞ്, അവിശ്വസ്തകളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വിശ്വസ്തതയിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ ഉപയോഗിക്കും. നിശ്ചയമായിട്ടും ദൈവം നിന്നെ ഉപയോഗിക്കും. നിശ്ചയമായിട്ടും ദൈവം തന്റെ മഹത്വത്തെ നിന്റെ മേൽ പകരും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തുവാനായി കഴിഞ്ഞില്ല. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ, കണ്ടോ, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സ്തോത്രം. തന്റെ ആത്മീക പിതാവ് തന്റെ പുത്രനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഇത്. ദൈവം തിമത്തിയോസിനെ കുറിച്ച് പറയുന്നതല്ല, പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. പൗലോസ് സ്തോത്രം തിമത്തിയോസിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയപ്പാൻ ഒട്ടനവധി ആളുകൾ ഉണ്ടായിട്ടും അവരെ ആരെയും അയക്കാതെ ഞാൻ തിമത്തിയോസിനെ അയച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് തിമത്തിയോസിനെ അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് ഞാൻ അവരെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചില വാതിലുകൾ അടയപ്പെടുന്നെങ്കിൽ അവിശ്വസ്തതയുടെ കറകളെ എടുത്തു കളഞ്ഞ് വിശ്വസ്തനായി തീരാമെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ സെൻഡ് ചെയ്യാൻ പോകുകയാ. ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. ശുശ്രൂഷകളുടെ വഴികൾ അടഞ്ഞിരിക്കുന്നുവോ? മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ വാതിലുകളും നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഇന്ന് പകൽ ഭയപ്പെടേണ്ട, ഇന്ന് പകൽ നിരാശപ്പെടേണ്ട, ഇന്ന് പകൽ പേടിക്കേണ്ട. അവിശ്വസ്തതകളെ എടുത്തു കളയാമെങ്കിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് പകൽ നിന്നെ അയക്കാൻ പോകുകയാ. നിന്നെ അയക്കാൻ പോകുകയാ. ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. അനേക ഭവനങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. കൈപ്പിന്റെ വേരുകളെ എടുത്തു
ഇടയിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. അനേകം വ്യക്തികളുടെ മനസാന്തരത്തിനായി അനേകരുടെ ഇടയിലേക്ക് നിന്നെ അയക്കാൻ പോകുകയാ. അവൻ മരണത്തിന്റെ ഭീതിയെ വലിച്ചു കളഞ്ഞ നിത്യജീവനെ പകരുവാൻ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിന്നെ സെൻഡ് ചെയ്യാൻ പോകുകയാ. അതെ, ദൈവം നിന്നെ സെൻഡ് ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽ കാലം ഒരു പ്രവചനം വാക്കുന്നത് പോലെ ആമേൻ നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. നിന്റെ തലമുറയുടെ മേലിൽ വെളിപ്പെട്ട് വരട്ടെ. അതെ, നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ അയക്കും. നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ അയക്കും. നിന്റെ വാതിലുകളെ അടയ്ക്കാൻ ശത്രുവിന് സാധ്യമല്ല. വാതിലുകൾ ശത്രു വീണ്ടും 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 കൊട്ടി അടയ്ക്കുന്നെങ്കിൽ എവിടെയൊക്കെയോ അവിശ്വസ്തത വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ വ്യാപരിക്കപ്പെട്ട അവിശ്വസ്തത എടുത്തു കളയാമെങ്കിൽ നിന്നെ ദൈവം അയക്കാൻ പോകുകയാണ്. യെസ്, നിന്നെ ദൈവം അയക്കാൻ പോകുകയാണ്. മോശയെ കൊട്ടാരത്തിൽ നിന്ന് നീ യിത്രോവിന്റെ ആടുകളെ മേയ്ക്കാൻ അയച്ചില്ലേ? അവിടുന്ന് നിന്റെ നിയോഗത്തിന് വേണ്ടി നീ അയച്ചില്ലേ? എന്താ കാരണം? ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്നെ വിശ്വസ്തൻ എന്നെണ്ണിക്കൊണ്ട് അബ്രഹാമെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നില്ലേ? നിന്നെ ഞാൻ അയച്ചില്ലേ? കാണിപ്പാലിക്ക ദേശത്തേക്ക് ഞാൻ നിന്നെ അയച്ചില്ലേ? എന്താ കാരണം? ഞാൻ നിന്നെ വിശ്വസ്തൻ എന്നെണ്ണിയതുകൊണ്ടാ. ഇന്ന് പകൽ ഒരു പുറപ്പാട് നിനക്കുണ്ട്. ദൈവം നിന്നെ സെൻഡ് ചെയ്യാൻ പോകുകയാ. അനേകരുടെ കണ്ണിലെ കണ്ണ് നിന്നെ തുടയ്ക്കുവാൻ, അനേകരുടെ നൃത്തത്തെ അനേകരുടെ വിലാപത്തെ നൃത്തമാക്കാൻ, അനേകരുടെ കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ ഇന്ന് പകൽ ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. ആമേൻ. പൗലോസേ, തിമോത്തിയോസിനെ മാത്രമേ അയക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒറ്റ ദൂത് പൗലോസിന് പറയാനുള്ളൂ. നിങ്ങൾക്കറിയത്തില്ലായിരിക്കും തിമോത്തിയോസ് ആരാണെന്ന്. എന്റെ മക്കൾ തിമോത്തിയോസ് അല്ലാതെ ഒട്ടനവധി ആളുകളുണ്ട്. ഞാൻ അവരെ ആരെയും അയക്കാതെ ഇവനെ അയച്ചതിന്റെ കാരണം ഇവൻ എന്റെ മകനാണ്. അതിലപ്പുറം ആദ്യം പറയുന്നത് എന്റെ മകനെന്നല്ല, ഇവൻ കർത്താവിൽ വിശ്വസ്തനാണ്. അടുത്ത പദമാണ് പറയുന്നത് ഇവൻ എന്റെ മകനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത്. ഇന്ന് പകൽക്കാലം ചിലരുടെ അടുക്കലേക്ക് ദൈവം നിന്നെ അയക്കുന്നത് ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയായിരിക്കും, ഒരു വിടുതലിന് വേണ്ടിയായിരിക്കും. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, വിശ്വസ്തനായി പാർത്താൽ ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. ആമേൻ. God will send you. ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ആമേൻ ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. അതെ, ആരെ ഞാൻ അയക്കേണ്ടു ആരെനിക്ക് വേണ്ടി പോകും. അതെ, അടിയനെ അയക്കണമേ. ദൈവം നിന്നെ അയക്കും. ദൈവം നിന്നെ അയക്കും. ദൈവം നിന്നെ അയക്കും. ഇന്ന് പകൽക്കാലം ഈ 8ാം മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. God will send you. ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി, ഗ്രാമങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. ചില ഭവനങ്ങളുടെ അകത്തളങ്ങൾ വ്യാപരിക്കുന്ന പൈശാചിക തലങ്ങളെ അഴിപ്പാൻ ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. ചില രോഗബന്ധനങ്ങളെ അഴിപ്പാൻ ദൈവം നിന്നെ അയക്കാൻ പോകുകയാ. ഇന്ന് പകൽ നിയോഗം ഏറ്റെടുക്കുകയാണെങ്കിൽ നിശ്ചയം അവൻ നിന്നെ ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 21-ാം വാക്യം. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയുന്നുവല്ലോ. പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കുന്നു. കണ്ടോ, അധികം തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞു. കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസ്. രണ്ടാമത്തെ തിഹിക്കോസിനെ കുറിച്ച് പറയുകയാണ്. പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും പറയും. ആരെ കുറിച്ചാണ് പറയുന്നത്? പൗലോസ് തിഹിക്കോസിനെ കുറിച്ച് പറയുകയാണ്. അവൻ എന്റെ സഹോദരനാണ്, കർത്താവിൽ വിശ്വസ്തനാണ്.
തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്റെ മകനാണ്, അവൻ കർത്താവിൽ വിശ്വസ്തനാണ്. തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ്, അവൻ കർത്താവിൽ വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, സകലതും അവൻ നിങ്ങളോട് അറിയിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കവും, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും, ഞാൻ അനുഭവിച്ച കഷ്ടതകളും, അവൻ എനിക്കുണ്ടായ സകലതും തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു പറഞ്ഞു വിടുന്നതല്ല, മറിച്ച് കൂടെ നിന്ന് ഞാൻ അനുഭവിച്ചതെല്ലാം കണ്ടവനാണ് തിഹിക്കോസ്. അതുകൊണ്ടാണ് ഞാൻ അവനെ നിങ്ങൾക്ക് അയക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം അയക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ദൈവം നിന്നെ അയക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പൗലോസേ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗം നിന്നെ തൊട്ടെങ്കിൽ അതിനു മുമ്പിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാ, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാ. ഇന്ന് പകൽ മറന്നു പോകരുത്. യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവം നിന്നെ കൊണ്ടിട്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ദൈവത്തിന് ചില പദ്ധതികൾ ഉള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. പത്രോസേ, തിബരിയാസിന്റെ കടൽ തീരത്ത് പരാജിതനായി ഒന്നും കിട്ടാത്തവനായി നീ നിൽക്കുമ്പോഴും ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാ. നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ നിനക്കുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇല്ലായ്മയുടെ കണക്ക് നിനക്ക് പറയാനുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കുന്നില്ല. ഒരു പദം കൂടെ ഞാൻ കയറി പറയാം, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിനകത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ട്. ഹല്ലേലൂയ. കൊലോസി ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കൊലോസി ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹോദരനായ എപ്പഫ്രാസിനോട് അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് പറയുക. പൗലോസാണ് ഈ തിമോഥെയോസിനെ കുറിച്ചും തിഹിക്കോസിനെ കുറിച്ചും എപ്പഫ്രാസിനെ കുറിച്ചും സാക്ഷ്യം പറയുന്നത്. എപ്പഫ്രാസിനെ കുറിച്ച് പൗലോസ് സാക്ഷ്യം പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. സ്തോത്രം. തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടോ, തിമോഥെയോസിനെയും തിഹിക്കോസിനെയും എപ്പഫ്രാസിനെയും അയക്കുമ്പോൾ എല്ലാവർക്കും ഒരു സാക്ഷ്യമല്ല പൗലോസിന് പറയാനുള്ളത്. ഓരോരുത്തരെയും കുറിച്ചും വിവിധ സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞതല്ല തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞത്, തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞതല്ല എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞത്. തിമോഥെയോസിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്റെ മകനാണ്, അവൻ കർത്താവിൽ വിശ്വസ്തനാണ്. എന്നാൽ തിഹിക്കോസിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ്, അവൻ കർത്താവിൽ വിശ്വസ്തനാണ്. എന്നാൽ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നത് സ്തോത്രം, അവൻ കർത്താവിൽ വിശ്വസ്തനാണ്, അവൻ കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാണ് പറയുന്നത്. അവൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഒരു മടിയുമില്ലാത്തവനായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ അവൻ കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. അവൻ കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. ഇന്ന് പകൽ മറന്നു പോകരുത്, കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാകണം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ, ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ കുഴിച്ചിടരുത്, ദൈവം ഏൽപ്പിച്ച താലന്തുകൾ കുഴിച്ചിടരുത്. ഇന്ന് പകലിൽ താലന്തുകൾ തന്ന യജമാനൻ, കൃപാവരങ്ങൾ തന്ന യജമാനൻ കാര്യം തീർക്കുന്ന നാൾ വരുമ്പോൾ നിന്നോട് ചോദിച്ചു കൊള്ളും. അന്ന് നിന്റെ കരം ബലത്തോടെ ഇരിക്കണമെങ്കിൽ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുക, ഏൽപ്പിച്ച കൃപാവരങ്ങൾ വ്യാപാരം ചെയ്യുക.